ഹായ് ഹലോ പ്രിയപ്പെട്ട USS എഴുതുന്ന എൻ്റെ പൊന്നുമക്കളെ, പരീക്ഷയ്ക്ക് നാളെ വരാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മുഫ്രദ് തരും, അതിൻ്റെ ജംഅ എഴുതാൻ, അല്ലെങ്കിൽ ജംഅ തന്നിട്ട് അതിൻ്റെ മുഫ്രദ് എഴുതാൻ. എന്താണ് മുഫ്രദും ജംഅും? മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം ട്ടോ, ഒരാള് എന്നാണ് അർത്ഥം. ഓക്കെ, വലതുൻ ഒരാൺകുട്ടി, ഓക്കെ അത് ഒരാളല്ലേ. ബിൻതുൻ ഒരു പെൺകുട്ടി, ഇങ്ങനെ ഒന്നിനെയാണ് മുഫ്രദ് എന്ന് പറയുക. അപ്പൊ ജംഅ എന്തായിരിക്കും മക്കളെ? അതിന്റെ പ്ലൂറൽ ബഹുവചനം അല്ലെ. ഒരാൺകുട്ടി മുഫ്രദാണെങ്കിൽ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികൾ ഉണ്ടായില്ലേ, കുറച്ച് ആൺകുട്ടികളായില്ലേ, അപ്പോ അതിനെയാണ് നമ്മൾ ജംഅ എന്ന് പറയട്ടോ. അപ്പൊ ഇങ്ങനെ മുഫ്രദും ജംഅും എഴുതാൻ പരീക്ഷയ്ക്ക് വരും. ഒന്നുകിൽ ഒരു മുഫ്രദ് കൊടുത്തിട്ട് അതിന്റെ ജംഅ താഴെ കൊടുത്ത ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താൻ പറയും, അതല്ലെങ്കിൽ ജംഅ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ട് താഴെ കൊടുത്ത ഓപ്ഷനിൽ നിന്നും അതിന്റെ മുഫ്രദ് കണ്ടെത്താൻ പറയും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. പരീക്ഷയ്ക്ക് വളരെ വരാൻ സാധ്യതയുള്ളത് പക്ഷെ ആ ഒരു ചാപ്റ്ററിൽ തന്നെ ആയിരിക്കും കേട്ടോ. ചാപ്റ്ററിൽ കൊടുത്ത മുഫ്രദാത്തും ജംഅകൾ നമുക്ക് നോക്കാം. മുഫ്രദാത്ത് എന്തായിരുന്നു? ഏകവചനം അല്ലെ. ജുമുഅ എന്ന് പറഞ്ഞാൽ ജംഅ എന്നർത്ഥം, ബഹുവചനം ട്ടോ. ഓക്കെ, അസീസ് അസീസ് എന്നത് മുഫ്രദാണ് അല്ലെ. എന്നാൽ അതിന്റെ ജംഅ എന്താ? ബഹുവചനം എന്താ? അഇസ്സാ അല്ലെ. ഇബ്ന് കുട്ടി അല്ലെ, ആൺകുട്ടി. എന്ന ആൺകുട്ടികൾ എന്നെങ്ങനെ പറയാം? അബ്നാ. എന്താ പറയാ? അബ്നാ. ഇനി എന്താ? അംഗം, ഒരു മെമ്പർ. എന്നാ മെമ്പേഴ്സ് അംഗങ്ങൾ എന്നുള്ളതിനോ അംഗങ്ങൾ. ജിസ്മിന്റെ എന്താ? അജിസാമ്, ബഹർ, ബിഹാർ. അതുപോലെ തന്നെ ഖൈത്ത്, ഖുയൂത്ത്. ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ഈ മുഫ്രദും ജംഅും എൻ്റെ മക്കൾ നിർബന്ധമായും ശ്രദ്ധിച്ചു പോവണേ, മനസ്സിലുണ്ടാവണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.